ഫോർപ്ലേ ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുമെന്നത് ഒരു പുതിയ അറിവല്ല. സസ്തനികളടക്കമുള്ള ഒട്ടുമിക്ക ജീവികളും ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായി പലതരത്തിൽ ഫോർപ്ലേയിൽ ഏർപ്പെടാറുണ്ട്. മനുഷ്യരുടെ കാര്യത്തിൽ ലൈംഗിക സ്വഭാവത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം കുറച്ചു കൊണ്ടുവരാൻ ഫോർപ്ലേയിലൂടെ കഴിയൂ. ലൈംഗിക പ്രതികരണത്തിന്റെ കാര്യത്തിൽ പുരുഷൻ ബൾബ് പോലെയാണ്. സ്വിച്ച് ഇടേണ്ട താമസം പുരുഷൻ ബൾബ് പോലെ പ്രകാശിക്കും, ചൂട് പിടിക്കും. സ്വിച്ച് ഓഫ് ആക്കിയാൽ പെട്ടെന്ന് പ്രകാശം കെടും, തണുക്കും. എന്നാൽ സ്ത്രീകളുടെ ലൈംഗിക സ്വഭാവം വ്യത്യസ്തമാണ്. അവർ ഇരുമ്പ് പോലെയാണ്. ചൂടാക്കിയാലും വളരെ പതുക്കെ ചൂടാവും. ചുട്ടുപഴുക്കാൻ ഏറെ സമയമെടുക്കുകയും ചെയ്യും. ചൂടായ ശേഷം തണുപ്പിക്കാൻ ശ്രമിച്ചാലോ പതുക്കെ തണുക്കുകയും ചെയ്യും. ലൈംഗിക പ്രതികരണ വേഗതയിലെ ഈ വ്യത്യാസം കുറച്ചു കൊണ്ടുവന്നാലേ ലൈംഗികത ഹൃദ്യവും സംതൃപ്തമാവുകയുള്ളൂ. ഫോർപ്ലേ പുരുഷന്റെ വേഗത അല്പം കുറയ്ക്കാനും സ്ത്രീയുടെ വേഗത കൂട്ടാനും സഹായിക്കും. അങ്ങനെ സ്ത്രീ പുരുഷ ലൈംഗിക പ്രതികരണങ്ങളിലെ വേഗത വ്യത്യാസങ്ങൾ നിയന്ത്രിച്ച് ഇരുവർക്കും ഹൃദ്യമായ ഒരു പോയിന്റ് വെച്ച് ഒരേ സമയം രതിമൂർച്ച ലഭിക്കാൻ ഫോർപ്ലേ സഹായിക്കുന്നു. സ്ത്രീകളുടെ രതിമൂർച്ച തടയുന്ന ഘടകങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഫോർപ്ലേക്ക് പുരുഷന്മാർ വേണ്ടത്ര സമയം ചെലവഴിക്കാത്തതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള കാരണം. പുരുഷന്മാർ പലപ്പോഴും സംഭോഗം മാത്രം ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് ഫോർപ്ലേയിലൂടെ വളരെ വേഗത്തിൽ കടന്നു പോകുകയാണെന്നാണ് ഭൂരിഭാഗം സ്ത്രീകളും അഭിപ്രായപ്പെടുന്നത്. പുരുഷനേക്കാൾ സ്ത്രീകൾക്കാണ് ലൈംഗിക ഉണർവിന് ഫോർപ്ലേയുടെ ആവശ്യമെങ്കിലും പ്രായമേറും തോറും പുരുഷനും ഫോർപ്ലേ അത്യാവശ്യമായി വരും. പ്രായം കൂടുമ്പോൾ പുരുഷന്റെ ലൈംഗിക പ്രതികരണത്തിന്റെ വേഗത കുറയുന്നതുകൊണ്ടാണിത്. കൗമാരത്തിലും യുവത്വത്തിലും ലഭിച്ചിരുന്ന ഇൻസ്റ്റന്റ് ഉദ്ധാരണം മധ്യവയസ്സിൽ ലഭിച്ചെന്ന് വരില്ല. മാത്രമല്ല അതിന് സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായ ഉദ്ധാരണത്തിന് ഇണയുടെ സഹായം വേണ്ടിവരും. ചുരുക്കത്തിൽ പ്രായമേറും തോറും പുരുഷന് ഫോർപ്ലേയുടെ ആവശ്യം കൂടുമെന്ന് സാരം. മാത്രമല്ല സ്പർശനം കൊണ്ട് മാത്രം പുരുഷന് ഉത്തേജനം ലഭിച്ചെന്നും വരില്ല. ഫോർപ്ലേയുടെ ഭാഗമായി ദൃശ്യപരമായ ഉത്തേജനവും വേണ്ടിവരും. ഫോർപ്ലേ ആര് തുടങ്ങണം എന്നതിൽ സംശയം വേണ്ട. സെക്സിന് മുൻകൈ എടുക്കേണ്ടത് പുരുഷനാണ് എന്ന ധാരണ ഇന്ന് മാറിക്കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ തുടക്കമിടുക. ലൈംഗിക വികാരം പുരുഷനിൽ പെട്ടെന്ന് ഉണരുന്നത് കൊണ്ട് പുരുഷൻ അതിന് മുൻകൈ എടുക്കുന്നതാണ് നല്ലത്. ആണിലും പെണ്ണിലും അത് വികാരത്തിന്റെ വേലിയേറ്റം ഉണർത്തുമെങ്കിലും ഫോർപ്ലേയുടെ ആവശ്യം കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. പക്ഷേ അതിന്റെ ഗുണം രണ്ടുപേർക്കും ലഭിക്കുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായി മിനിറ്റുകൾ മുതൽ ദിവസങ്ങളോളം ഫോർപ്ലേയിൽ ഏർപ്പെടുന്ന ജീവികളുണ്ട്. എങ്കിലും ഫോർപ്ലേക്ക് എത്ര സമയം ചെലവഴിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകാൻ കഴിയില്ല. കാരണം ഇണകളുടെ താല്പര്യമാണ് അതിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. ശരാശരി 17 മിനിറ്റെങ്കിലും ഫോർപ്ലേക്ക് ചെലവഴിക്കുന്നത് കൂടുതൽ ലൈംഗിക സംതൃപ്തി നൽകുന്നതായാണ് പഠനങ്ങൾ തെളിഞ്ഞിട്ടുള്ളത്. ചിലർക്ക് ഇത്രയും സമയം വളരെ ദൈർഘ്യമേറിയതായി തോന്നാം. എന്നാൽ ക്ഷമയുടെ പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്ന് ഓർക്കുക. ഫോർപ്ലേകൾക്ക് എത്ര സമയം ചെലവഴിക്കുന്നു എന്നതിനേക്കാൾ ഉപരി സംയോഗത്തിനു മുൻപ് സ്ത്രീയുടെ വികാരത്തെ പൂർണ്ണമായും ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തോ എന്നതാണ് കാര്യം. ഇണയെ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ ഉണർത്തൽ മാത്രമല്ല, പ്രണയത്തിനും ലൈംഗികതയ്ക്കും വിശ്രമത്തിനുമുള്ള അന്തരീക്ഷമൊരുക്കലും അതിന്റെ ഭാഗമാണ്. പങ്കാളിയോടൊത്ത് യാത്ര ചെയ്യുക, പ്രേമസല്ലാപം നടത്തുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക തുടങ്ങി പങ്കാളിയിൽ താല്പര്യം ജനിപ്പിക്കുന്നതെന്തും ഫോർപ്ലേ ആയി ഇന്ന് പരിഗണിക്കപ്പെടുന്നു. ഇണയ്ക്ക് അയക്കുന്ന SMS-ഉം ഇമെയിൽ മുതൽ സന്തോഷ സൂചകമായി നൽകുന്ന കൊച്ചു സമ്മാനങ്ങൾ വരെ ഫോർപ്ലേയുടെ കാറ്റഗറിയിൽ വരുമെന്നാണ് ലൈംഗിക ശാസ്ത്രജ്ഞർ പറയുന്നത്. അതിന് ഇണകൾ ഇരുവരും മുൻകൈ എടുക്കണം. പിരിമുറുക്കങ്ങൾക്ക് സലാം പറഞ്ഞ് തടസ്സങ്ങൾ ഒഴിവാക്കി ശല്യങ്ങൾക്ക് അവധി കൊടുത്ത് ഇരുവരും മുൻകൂട്ടി തയ്യാറെടുക്കണം. അന്തരീക്ഷം ഒരുങ്ങിക്കഴിഞ്ഞാൽ പൊടുന്നനെ വികാരോത്തേജനം ഉണ്ടാകാൻ കഴിയുന്ന പ്രവൃത്തികളിൽ ഇണകൾ ഏർപ്പെടണം. പ്രണയ സല്ലാപവും സ്പർശനവും ആലിംഗനവും ചുംബനവുമാണ് അവയിൽ പ്രധാനം. അവയിലൂടെയല്ലാതെ സംഭോഗത്തിലേക്ക് കുറുക്കുവഴിക്ക് ശ്രമിക്കാതിരിക്കുക. സെക്സിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം ഇണയെ നേരത്തെ അറിയിക്കുക. ബെഡ്റൂമിൽ മിതമായ കാലാവസ്ഥയായിരിക്കണം. ബെഡ്റൂമിൽ മൃദുവായ പ്രണയ സംഗീതം ഒരുക്കാം. അമിതമായ ഇരുട്ടും വെളിച്ചവും സെക്സിന് നല്ലതല്ല. സുഗന്ധം പ്രസരിപ്പിക്കുന്ന വിളക്കുകൾ സെക്സിന് നല്ല മൂഡ് നൽകും. ഇണകൾ കുളിച്ച് വൃത്തിയാവുക. താല്പര്യമുള്ളവർക്ക് ഒരുമിച്ചാവാൻ കുളി. മുടി ചീകി ഒതുക്കി വെക്കുക. മൃദുവും സെക്സിയുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ വൈകാരികത ഉണർത്തുന്ന വാക്കുകളിൽ പ്രേമസല്ലാപം നടത്തുക. ഒരുമിച്ച് ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ഇണയുടെ പ്രത്യേകതകളിൽ അഭിനന്ദിക്കുക. കണ്ണുകൾ തമ്മിലുള്ള സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറുക. താല്പര്യമുണ്ടെങ്കിൽ പരസ്പരം മസാജ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.